ബാലേട്ടാ, എങ്ങോട്ടാ ഈ യാത്ര? എന്തൊരു സ്പീഡാ! നിങ്ങളാര്? എനർജി സ്റ്റാർ രജനിയാണോ? ആരോഗ്യ സംരക്ഷണത്തിന് നടത്തം വളരെ നല്ലതാണ്. എപ്പോഴും വാഹനത്തിൽ തന്നെ പോകേണ്ടതില്ല, നടന്നും ശീലിക്ക്. സൗന്ദര്യം, ആരോഗ്യം എല്ലാത്തിനും നല്ലതാണ്. ഓ, സൗന്ദര്യം വരുമോ? എന്നാ ഒരു കൈ നോക്കിക്കളെ. പിന്നെ ഞാൻ ബാലേട്ടനെ കാണാതിരിക്കായിരുന്നു. എന്തോ ഉണ്ടല്ലോ. ബാലേട്ടാ, ഞാൻ ഈ ഇടയ്ക്കിട്ട് ശ്രദ്ധിക്കാം, എൻ്റെ വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. പൊന്നുമോളെ, ഞാൻ പോളിടെക്നിക്ക് പഠിച്ചിട്ടില്ല. നീ വണ്ടി ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിക്കും. ഇതാണോ ഇത്രയും വലിയ കാര്യം? ബാലേട്ടാ, അതൊന്നും അല്ല പ്രശ്നം. കാര്യം അല്പം സീരിയസാണ്. നമ്മുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കുമല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എൻ്റെ പ്രശ്നം. ശരി, പറഞ്ഞോ. പെട്രോൾ വില കുറയും എന്നാരെങ്കിലും പറഞ്ഞാൽ കണ്ണുമടച്ച് വിശ്വസിക്കണ്ട. അതാണ് പ്രശ്നമെങ്കിൽ അതിനെ വല്ല ഞാനൊരു ഇലക്ട്രിക് കാർ വാങ്ങാനായിട്ട് നോക്കാം. ബാലേട്ടാ, ഞാൻ സ്ഥിരമായിട്ട് ഒരു പമ്പിൽ നിന്നാണ് എണ്ണ അടിക്കാറുള്ളത്. പക്ഷേ ഈ ഇടയ്ക്കായിട്ട് മൈലേജ് കുറയുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. വണ്ടി അത്ര സ്മൂത്ത് അല്ല. ഓക്കെ, അതിന് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആ പമ്പുകാരനെതിരെ കേസ് കൊടുത്താലോ എന്ന് ആലോചിക്കോ? ബെസ്റ്റ്. പമ്പ് ഉടമയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നല്ലല്ലോ മോളെ അയാളെ പെട്രോൾ കോരിക്കൊണ്ടൊന്ന് ഒഴിച്ചു തരുന്നത്. ബാലേട്ടാ, ഞാൻ കോമഡി പറഞ്ഞല്ല കേട്ടോ. ഞാൻ കളിയാക്കിയതല്ല അഞ്ജു. പെട്രോൾ മൊത്തമായും ലോറികളിലും മറ്റും ഇവിടേക്ക് എത്തിക്കുന്നതല്ലേ. അപ്പോൾ ഉടമയ്ക്കെതിരെ കേസ് കൊടുത്തിട്ട് കാര്യമില്ല. കേസ് കൊടുക്കാം എപ്പോൾ? അയാളുടെ ജീവനക്കാരൻ അളവിലോ തൂക്കത്തിലോ എന്തെങ്കിലും കൃത്രിമത്വം കാണിച്ചാൽ അതിന് ഉടമയും ചേർത്ത് കേസ് ഫയൽ ചെയ്യാം. അതും നീ ഈ പറഞ്ഞതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഇതിന് എന്താ സൊല്യൂഷൻ? വേറെ എവിടെയാണ് പരാതി കൊടുക്കേണ്ടേ? പറയാം, വാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. പെട്രോൾ ഗുണനിലവാരമില്ലാത്തതാണെന്ന് സംശയം തോന്നിയാൽ 2 ടെസ്റ്റുകളുണ്ട്. ഒന്ന് തെർമോ ടെസ്റ്റ്, ഒന്ന് ഫിൽട്ടർ ടെസ്റ്റ്. അതൊക്കെ സിമ്പിളായ പരിപാടികളാണ്. പെട്രോൾ പമ്പിൽ അതിൻ്റെ സൗകര്യം ഒരുക്കി തരണമെന്നാണ് നിയമം. അടിപൊളി. എങ്കിൽ ജനങ്ങളെ സംശയം തീർക്കാനാവും പെട്രോൾ അടിക്കുന്നതിനെക്കാട്ടും നീണ്ട ക്യൂ. അത് ശരിയാ. എന്നാൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ, നീ ചോദിച്ചതിന് എക്സാക്റ്റ് മറുപടി തരാം. പറഞ്ഞാട്ടെ. ഒരു പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് വെറുതെ ഉള്ള ഒരു സ്ഥലമാവില്ല. അത് തുടങ്ങാനും മറ്റും ചില സൗകര്യങ്ങൾ നിർബന്ധമാക്കുന്നുണ്ട്. അതായത് ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട്. അതറിയോ? അതെന്താ? ടോയ്ലറ്റ് സൗകര്യം, എയർ അടിക്കാനുള്ള സൗകര്യം, വെള്ളം, അങ്ങനെ. അതെല്ലായിടത്തും ഉണ്ടല്ലോ. ഉണ്ട്. പക്ഷേ ടോയ്ലറ്റ് ക്ലീൻ അല്ലാത്തതും ആവശ്യത്തിന് വെള്ളമില്ലാത്തതുമായി ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടാവും. അതെത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? ശരിയാ ബാലേട്ടാ, സത്യം പറഞ്ഞ ഒരു സ്ഥലത്തും ക്ലീൻ അല്ല. ഓക്കെ, ഇനി 5 പറഞ്ഞ വിഷയം. അത് സിമ്പിളാണ്. പെട്രോൾ പമ്പിൽ കുറച്ച് നമ്പറുകൾ പ്രദർശിപ്പിച്ചിരിക്കും. കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ട്. ഒരു നീണ്ട നമ്പർ അല്ലേ? കണ്ടാ മാത്രം പോരാ, നിന്റെ ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയാണത്. ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് അതാത് പമ്പുമായി ബന്ധപ്പെട്ട പരാതികൾ വിളിച്ചു പറയാം. അവർ നടപടിയെടുക്കും. പെട്രോൾ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ ഇനിയിപ്പം മെഷീൻ കറക്റ്റ് അല്ല എന്ന് തോന്നിയാലും കുഴപ്പമില്ല. ആ സംശയവും തീർക്കാം. അത് കൊള്ളാലോ. ഇനി അടുത്തവിടെ പോകുമ്പോൾ ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. കറക്റ്റ്. നീ സംശയിച്ചതുപോലെ പമ്പുടമ മായം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലൈൻറ്റ് സെല്ലിൽ വിളിച്ചറിയിക്കണം. ശ്രദ്ധിക്കണം, അതാത് കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഭാരത് പെട്രോളിയം ആണെങ്കിൽ അത്, HP ആണെങ്കിൽ അത്, അങ്ങനെ. നേരത്തെ പറഞ്ഞ ടെസ്റ്റുകളെക്കാളും എളുപ്പം ഇതല്ലേ? പക്ഷേ എനിക്കിത് അറിയത്തേ ഇല്ലായിരുന്നു. അഞ്ജുവിന് മാത്രമല്ല, പലർക്കും ഇതറിയില്ല. കംപ്ലൈൻറ്റ് മാത്രമല്ല, നിങ്ങളുടെ സജഷൻസും കമ്പനിക്കാരെ അറിയിക്കാം. ബാലേട്ട, ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതോ? അല്ലേ അല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ എവിടെയും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇത് അടിപൊളി ഇൻഫർമേഷൻ ആണല്ലോ ബാലേട്ട. വെരി വെരി താങ്ക്സ്. പിന്നെ ഞാൻ പോട്ടെ, എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. അത് കൊള്ളാം. നല്ലൊരു ബിരിയാണി വാങ്ങിത്തരാതെ പോവുകയാണോ? പാലം കടക്കോളം നാരായണ നാരായണ. അത് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് ബാലേട്ട, ബാലേട്ടൻ്റെ ആരോഗ്യ സൗന്ദര്യ സംരക്ഷണത്തിന് വാക്കിംഗ് ആണ് നല്ലത്, ബിരിയാണി അല്ല. അത് ഫാക്റ്റാണ്. കിട്ടിയോ? അല്ല, ചോദിച്ചു വാങ്ങിച്ചു. അപ്പോൾ ലേറ്റായി ബാലേട്ട, ഞാൻ ഇറങ്ങട്ടെ.